പ്രകാശൻ ചുനങ്ങാടിൻ്റെ സിലിക്കൺ വാലിയിലെ വിശേഷങ്ങൾ എന്ന യാത്രാവിവരണത്തിലെ 26-ാമത്തെ അധ്യായം മലയാളം മറക്കുന്നു. അധ്യായം 26 മലയാളം മറക്കുന്നു. ജനിക്കും നിമിഷം തൊട്ടൻ മകൻ ഇംഗ്ലീഷ് പഠിക്കണം, അതിനാൽ ഭാര്യതൻ പേരങ്ങ് ഇംഗ്ലണ്ടിൽ തന്നെയാക്കി ഞാൻ. കുഞ്ഞുണ്ണി. ഞങ്ങളുടെ പേരക്കുട്ടിക്ക് 2 വയസ്സാകാൻ പോകുന്നു. അവൻ അച്ഛൻ, അമ്മ, അമ്മൂമ്മ, അച്ചച്ചൻ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. 3-ാം വയസ്സിൽ അവനെ എഴുത്തിനിരുത്തണം. നാവിൽ ആദ്യാക്ഷരം കുറിച്ചിട്ട് വേണം പ്ലേ സ്കൂളിൽ കൊണ്ടാക്കാൻ. ഇനിയൊരു 2 വർഷം കൊണ്ട് അവൻ മലയാളം കൊഞ്ചിപ്പറയാൻ തുടങ്ങുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. 2 വർഷം കഴിയുമ്പോഴവനെ കിൻഡർ ഗാർഡനിൽ വിടണം. 6-ാം വയസ്സിൽ എലിമെൻ്ററി സ്കൂളിൽ ചേർക്കണം. പ്ലേ സ്കൂളിൽ അവൻ ഇംഗ്ലീഷിൽ പിച്ചവെച്ച് തുടങ്ങും. കിൻഡർ ഗാർഡനും കഴിഞ്ഞ് സ്കൂളിലെത്തിയാൽ അവൻ മറ്റു കുട്ടികളെപ്പോലെ ഒഴുക്കോടെ ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങും. അപ്പോൾ അവൻ പറയുന്നത് അവൻ്റെ അച്ഛനും അമ്മയ്ക്കും നേരാംവണ്ണം മനസ്സിലാവില്ല. അമേരിക്കൻ ആക്സെൻറ്റിലാണ് അവൻ സംസാരിക്കുക. വിചിത്രമായ സംസാര രീതിയാണ് അമേരിക്കക്കാരുടേത്. കാസർകോട്ടുകാരൻ മലയാളം പറയുന്ന പോലെ. 1-2 മാസം കൊണ്ടൊന്നും അമേരിക്കക്കാരൻ പറയുന്നത് എന്താണെന്ന് നാട്ടിൽ നിന്നെത്തുന്ന നമുക്ക് പിടികിട്ടില്ല. ഇന്ത്യക്കാരുടെ ഇംഗ്ലീഷ്, പ്രത്യേകിച്ച് മലയാളിയുടെ, അമേരിക്കക്കാർക്കും മനസ്സിലാവില്ല. വീട്ടിൽ മലയാളം പറയുന്ന കുട്ടികൾ വളരെ കുറവ്. കുട്ടികൾ മലയാളം പറയുന്നില്ലെന്ന് അച്ഛനമ്മമാർക്ക് പരാതി. അത് വെറുതെ. 1-1.5 വയസ്സുള്ള കൊച്ചുകുട്ടിയോട് അച്ഛനായാലും അമ്മയായാലും ഇംഗ്ലീഷിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. കേട്ടറിവോ വായിച്ചറിവോ അല്ല. മക്കളുടെ സുഹൃത്തുക്കളുടെ വീടുകളിൽ പോകുമ്പോൾ എനിക്കത് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ആ വഴിക്ക് എൻ്റെ മകളും മരുമകനും പോയിക്കൂടുന്നില്ല. മക്കൾ അമേരിക്കൻ കുട്ടികളെ പോലെ വളരണമെന്ന് അമേരിക്കൻ മലയാളികൾ രഹസ്യമായി ആഗ്രഹിക്കുന്നുണ്ട്. അവരത് സമ്മതിച്ചു തരില്ലെങ്കിലും. മമ്മിയും ഡാഡിയും വീടിനുള്ളിൽ കുട്ടികൾ കേൾക്കെ ഇംഗ്ലീഷിൽ പരസ്പരം സംസാരിക്കുന്നു. കുട്ടികൾ വീട്ടിനുള്ളിൽ മാതൃഭാഷയായ മലയാളം പറയുന്നതുകൊണ്ട് അവർ പഠിത്തത്തിൽ പിറകിലാവില്ല. അവരുടെ സ്പോക്കൺ ഇംഗ്ലീഷിനെ അത് ബാധിക്കില്ല. ഈ തിരിച്ചറിവില്ലാതെ എൻ്റെ കുട്ടി മലയാളം പറയുന്നില്ലെന്ന് പരിതപിക്കുന്ന, അല്ലെങ്കിൽ സ്വകാര്യമായി അഹങ്കരിക്കുന്ന വിദ്യാസമ്പന്നരായ വീട്ടമ്മമാരെപ്പറ്റി, വീട്ടച്ഛന്മാരെപ്പറ്റി സഹതപിക്കാനല്ലേ നമുക്ക് കഴിയൂ. ജനിക്കും നിമിഷം തൊട്ടൻ മകൻ ഇംഗ്ലീഷ് പഠിക്കണം, അതിനാൽ ഭാര്യതൻ പേരങ്ങ് ഇംഗ്ലണ്ടിൽ തന്നെയാക്കി ഞാൻ. ഈ കവിത കുറിക്കുമ്പോൾ ഇംഗ്ലണ്ട് ആയിരിക്കണം മാഷിൻ്റെ മനസ്സിൽ. ഇംഗ്ലണ്ടിൽ കൂടുകൂട്ടുന്ന മലയാളികളെ കളിയാക്കുകയാണ് കുഞ്ഞുണ്ണി മാഷ്. മാഷ് എന്നോട് ക്ഷമിക്കണം. അമേരിക്കൻ മലയാളികളുടെ കാര്യത്തിൽ ചെറിയൊരു തിരുത്തു വേണ്ടി വരും. US പൗരനായി വേണം പിറക്കാൻ എൻ്റെ പൊന്മകൻ, അതിനാൽ ഭാര്യതൻ പേര് US തന്നെയാക്കി ഞാൻ. ഏതു രാജ്യക്കാരുടെ മക്കളായാലും ജനിച്ചത് അമേരിക്കയിലാണോ കുട്ടി അമേരിക്കൻ പൗരനായിരിക്കും. 18 വയസ്സ് തികയുന്ന മുറയ്ക്ക് കുട്ടിക്ക് വോട്ടവകാശം ലഭിക്കുന്നു. കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും അമേരിക്കൻ പൗരത്വം കിട്ടണമെങ്കിൽ കിടക്കാനുണ്ട് കടമ്പകൾ ഒരുപാട്. വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരും. കാത്തിരുന്നാലും ചിലപ്പോൾ ഫലമുണ്ടാവില്ല. അമേരിക്ക വിട്ട് ഇന്ത്യയിലേക്ക് വരണമെന്നും ശിഷ്ടകാലം നാട്ടിൽ ജീവിച്ചു തീർക്കണമെന്നും മകനും മകൾക്കും സ്വന്തം നാട്ടിൽ നിന്നും സമുദായത്തിൽ നിന്നും മനസ്സിനിണങ്ങിയ വിവാഹബന്ധം തരമാക്കണമെന്നും മോഹിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ തലപൊക്കുന്നത്. അമേരിക്കൻ സിറ്റിസൺഷിപ്പുള്ള മക്കൾക്ക് ഇന്ത്യയിലേക്ക് വരണമെന്ന് ഒരു താല്പര്യവും കാണില്ല. നേരത്തെ പറഞ്ഞ പോലെ 18 കഴിഞ്ഞാൽ അവർക്ക് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാം. അവരതിന് തയ്യാറാകുമോ എന്ന സംശയമാണ്. ഗൃഹാതുരത്വം അച്ഛനമ്മമാർക്കാണ്. മക്കൾക്കോ ഇന്ത്യ ഒരു വിദൂര പൗരസ്ത്യ ദേശം മാത്രം. അധ്യായം 27 ജനാധിപത്യം പുലരുന്ന നാട്. സാന്റാ ക്ലാര കൗണ്ടിയിൽ ഉൾപ്പെട്ട ടൗൺഷിപ്പാണ് മിൽപിറ്റാസ്. മിൽപിറ്റാസിനെ സിറ്റി എന്ന് വിളിക്കുന്നത് നഗരം എന്ന അർത്ഥത്തിലല്ല, മുനിസിപ്പാലിറ്റി എന്നേ വിവക്ഷയുള്ളൂ. മിൽപിറ്റാസ് സിറ്റിയുടെ ഭരണചക്രം തിരിക്കുന്നത് 5 പേർ ചേർന്നാണ്. മേയർ, ഡെപ്യൂട്ടി മേയർ, 3 കൗൺസിലർമാർ. ഞങ്ങൾ വന്ന ആയിടെ മിൽപിറ്റാസ് സിറ്റി കൗൺസിലിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. എൻ്റെ സഹനടത്തക്കാരനായ നാരായണേട്ടനും മകനും മകൻ്റെ പ്രേയസിയും വോട്ട് രേഖപ്പെടുത്തി. അവർക്ക് അമേരിക്കൻ പൗരത്വം ഈ അടുത്ത കാലത്താണ് കിട്ടിയത്. ബാലറ്റ് പേപ്പർ ബൈ പോസ്റ്റ് വരുന്നു. ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് രേഖപ്പെടുത്തി കവറിലിട്ട് ഒട്ടിച്ച് വീട്ടിന് മുമ്പിൽ സ്ഥാപിച്ച പോസ്റ്റ് ബോക്സിലിട്ടാൽ മാത്രം മതി. ക്യൂവിൽ നിൽക്കണ്ട, വെയിൽ കൊള്ളേണ്ട, വിരലിൽ മഷി പുരളണ്ട. കത്തുകൾ അയക്കാനുള്ള പോസ്റ്റ് ബോക്സും ആവശ്യമെങ്കിൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് വെച്ച് തരുമെന്ന് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ജാഥയോ കവലപ്രസംഗങ്ങളോ ഒന്നും കണ്ടില്ല. ചെവിക്കല്ല് പൊട്ടിപ്പോകുന്ന ഒച്ചയിൽ ഉച്ചഭാഷണികൾ അലറി വിളിക്കുന്നതും കേട്ടില്ല.
അവിടെ റോഡിനോരത്തെ മരങ്ങളിൽ കെട്ടിവെച്ച ചില വീടുകളുടെ ഗാർഡനുകളിൽ കുത്തിവെച്ച ആരുടെയൊക്കെയോ പേരെഴുതിയ കൊച്ചു ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയപ്പോൾ ഞാൻ നാരായണേട്ടനോട് ചോദിച്ചു, എന്തിൻ്റെ പരസ്യങ്ങളാണ് ഈ കാണുന്നത്? മിൽപിറ്റ സിറ്റിയിലേക്ക് ഇലക്ഷൻ നടക്കുകയാണെന്നും സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് ഈ ബോർഡുകളിൽ എഴുതി വച്ചിരിക്കുന്നതെന്നും നാരായണേട്ടനാണ് പറഞ്ഞത്. ഉന്തും തള്ളും ചെളിവാരി എറിയലും ഗോഗോ വിളികളും കലാശക്കൊട്ടുമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ്. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ വോട്ടവകാശമുള്ള വ്യക്തികളുടെ വീടുകളിൽ ചെല്ലുന്നു, സ്വയം പരിചയപ്പെടുത്തുന്നു, വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രചാരണം ഇവിടെ അവസാനിക്കുന്നു. ഇനി സെനറ്റിലേക്കും US കോൺഗ്രസിലേക്കും ഇലക്ഷൻ നടക്കും ഇതുപോലെ, ഒച്ചയും ബഹളവും ഇല്ലാതെ. ഇവിടെ രാഷ്ട്രീയം തൊഴിലല്ലെന്ന് തോന്നുന്നു. രാഷ്ട്രീയക്കാരുടെ ഇടപെടലില്ലാത്തതിനാൽ നിയമത്തിൻ്റെ വഴിക്ക് കാര്യങ്ങൾ അമേരിക്കയിൽ ഭംഗിയായി നടക്കുന്നു. 1787 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക രൂപം കൊണ്ട കാലത്ത് 2 രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിരുന്നു, റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും. മൂന്നാമതൊരു പാർട്ടി ഓരോരോ കാലങ്ങളിൽ ഉദയം കൊണ്ടെങ്കിലും അല്പായുസുകളായിരുന്നു. ഇപ്പോഴും 2 പാർട്ടികൾ മാത്രം, റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും. ഇരു പാർട്ടികളും മാറി മാറി അധികാരത്തിലേറുന്നു. അധികാര കസേരയിലിരുന്ന് ജനഹിതം മാനിക്കാതെ തന്നിഷ്ടത്തിന് ഭരിക്കാനാണ് ഭാവമെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ താക്കോൽ കൂട്ടം വെച്ചൊഴിയേണ്ടി വരുന്നു. ഇന്ത്യയിലോ? ഇന്ത്യ എന്നാൽ കോൺഗ്രസ് എന്ന് വിളികൊണ്ട കാലമുണ്ടായിരുന്നു. പിന്നീട് കോൺഗ്രസ് പാർട്ടി എഞ്ചിനും ബോഗികളും വേർപെട്ട ട്രെയിൻ പോലായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന് 3-4 കഷ്ണങ്ങളായി. പ്രാദേശിക പാർട്ടികളും വർഗീയ പാർട്ടികളും കരുത്തരാകുന്നു. ജനാധിപത്യം പോകുന്ന പോക്ക്. രാഷ്ട്രീയക്കാരൻ വിചാരിച്ചാൽ അമേരിക്കയിൽ ഒരു ജോലി വാങ്ങിക്കൊടുക്കാൻ കഴിയില്ല. ഒരു സർക്കാർ ജോലിക്കാരന് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഒരു ട്രാൻസ്ഫർ ശരിയാക്കാൻ പറ്റില്ല. ഭരണകക്ഷിയുടെ കണ്ണിലെ കരടായ ജീവനക്കാരനെ തെക്ക് ജോർജിയയിൽ നിന്ന് വടക്ക് മൊണ്ടാനയിലേക്ക് സ്ഥലം മാറ്റാൻ പാർട്ടി വിചാരിച്ചാൽ നടപ്പില്ല. ഒരു കള്ളനെയോ കൊലപാതകിയെയോ പിടികൂടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നാൽ പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും പാർട്ടി വിചാരിച്ചാൽ പ്രതിയെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരാനോ FIR മാറ്റി എഴുതിക്കാനോ കഴിയില്ല. അമേരിക്കൻ പ്രസിഡന്റിനും സാധാരണ പൗരനും ഇവിടെ ഒരേ നിയമം. അമേരിക്കയുടെ ചരിത്രത്തിൽ 3 പ്രസിഡന്റുമാർ കുറ്റവിചാരണ അഥവാ ഇംപീച്ച്മെന്റ് നേരിട്ടിട്ടുണ്ട്. 2 പേരെ വെറുതെ വിട്ടു, ഒരാൾക്ക് പ്രസിഡന്റ് പദം വിട്ടൊഴിഞ്ഞു പോകേണ്ടി വന്നു, റിച്ചാർഡ് നിക്സന്. അധ്യായം 28. കള്ളൻ ചക്കേട്ടു. കണ്ടാ മിണ്ടണ്ട, കൊണ്ടേ തിന്നോട്ടെ. അച്ഛന് കേൾക്കണോ ഒരു തമാശ? ഒരൊഴിവ് ദിവസം ഞങ്ങൾ ഡൈനിങ് ടേബിളിന് ചുറ്റുമിരുന്ന് സൊറ പറയുന്നു. ഞങ്ങളെന്നാൽ ഞാനും ശ്രീമതിയും പിന്നെ അരുണും അഖിലയും. തമാശയാണോ മോളെ? കേൾക്കട്ടെ. മോഷ്ടിക്കാൻ കയറിയ കള്ളൻ വീട്ടുടമയ്ക്കെതിരെ കേസ് കൊടുത്തു. കള്ളന് കോമ്പൻസേഷൻ കിട്ടണമെന്ന്. എന്തിന്? പാതിരാത്രി കള്ളൻ മതിൽ ചാടി വീടിൻ്റെ കോമ്പൗണ്ടിൽ കയറി. ശബ്ദം കേട്ട് ഉടമസ്ഥൻ പുറത്തെ ലേറ്റിട്ടു. കള്ളൻ ഓടി. ഓടുന്ന ഓട്ടത്തിൽ തട്ടിത്തടഞ്ഞ സ്വിമ്മിംഗ് പൂളിൽ വീണു. വീഴ്ചയിൽ കള്ളൻ്റെ കാലൊടിഞ്ഞു. സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കയറാനോ രക്ഷപ്പെടാനോ പറ്റിയില്ല. അപ്പോഴേക്കും പോലീസ് വന്നു. കള്ളനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി. മോഷ്ടിക്കണമെന്ന ഉദ്ദേശത്തോടെ മതിൽ ചാടി വീടിൻ്റെ കോമ്പൗണ്ടിൽ കടന്നതിന് കള്ളനെ കോടതിയിൽ ഹാജരാക്കി. എന്നിട്ട് കള്ളനെ ശിക്ഷിച്ചോ? പിന്നല്ലാതെ, കള്ളന് ശിക്ഷ കിട്ടി. കള്ളൻ വിട്ടില്ല. വീട്ടുടമസ്ഥനെതിരെ അയാളും കൊടുത്തു ഒരു കേസ്. അതെന്തിനാ മോളെ? സ്വിമ്മിംഗ് പൂളിന് ഫെൻസിങ് ഇല്ലായിരുന്നു. അതുകൊണ്ടത്രേ അയാൾ സ്വിമ്മിംഗ് പൂളിൽ വീണതും അയാളുടെ കാലൊടിഞ്ഞതും. കോടതി എന്തു വിധിച്ചു? കള്ളന് വീട്ടുടമസ്ഥൻ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വന്നു. അത് ശരിയല്ലല്ലോ മോളെ. അയാൾ കള്ളനല്ലേ? രാത്രി കക്കാൻ കയറിയതല്ലേ? വീടിൻ്റെ കോമ്പൗണ്ടിനകത്തായാലും സ്വിമ്മിംഗ് പൂളിന് ചുറ്റും ഫെൻസിങ് വേണം. ഫെൻസിങ് ഇല്ലാത്തതുകൊണ്ട് ആർക്കെങ്കിലും അപകടം സംഭവിച്ചാൽ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. കള്ളനായാലും. എന്താ സംശയം? ഇത് കഥയല്ലേ മോളെ? സാന്റാക്ലാരയിൽ നടന്ന സംഭവമാണച്ചാ. മിൽപിറ്റാസിലെ ഈ വീട്ടിലേക്ക് മാറുന്നതിന് മുമ്പ് മക്കൾ സാന്റാക്ലാരയിലായിരുന്നു. അത്ര അകലെയല്ല സാന്റാക്ലാര, അരമണിക്കൂറിൻ്റെ ഡ്രൈവിംഗ്. വൃക്ഷനിബിഡമായ വിശാലമായ കോമ്പൗണ്ടിൻ്റെ കിഴക്കും പടിഞ്ഞാറുമായി 10 ഇരുനില ഫ്ലാറ്റുകൾ. ഒരു ഫ്ലാറ്റിൽ 4 അപ്പാർട്ട്മെൻറ്റുകൾ. കോമ്പൗണ്ടിൽ റെഡ്വുഡ്, ഓക്ക്, സൂചിയില വൃക്ഷങ്ങൾ. മീനുകൾ നീന്തിക്കളിക്കുന്ന കൊച്ചു തടാകം. തടാകത്തിന് ചുറ്റും പുഷ്പിക്കുന്നതും അല്ലാത്തതുമായ ചെടികൾ അലങ്കരിക്കുന്ന ഉദ്യാനം. ഒരു ഫ്ലാറ്റിൽ അമ്മച്ചി താമസിക്കുന്നു. അവരുടേതാണ് ഈ ഫ്ലാറ്റുകൾ. അമ്മച്ചിയുടെ ഫ്ലാറ്റുകളെ അരുണും അഖിലയും ഗൃഹാതുരതയോടെ ഓർമ്മിക്കുന്നു. 70 പ്രായമുണ്ട് പോലും അമ്മച്ചിക്ക്. താമസം ഒറ്റയ്ക്ക്. 2 മക്കളുണ്ട്.
മക്കൾക്ക് അമ്മച്ചിയൊക്കെ പ്രായമുണ്ടെന്ന് അഖില പറയുന്നു. വർഷത്തിലൊരിക്കൽ താങ്ക്സ് ഗിവിംഗ് ഡേ ദിവസം അവർ അമ്മച്ചിയെ കാണാൻ വരും. അമ്മച്ചി ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞുകൂടാ. കൂട്ടിനെ 3-4 പട്ടികളുണ്ട്, പിന്നെ ഒരു ബൈക്കും. പ്രായം അമ്മച്ചിയുടെ മനസ്സിനെയോ ശരീരത്തെയോ ബാധിച്ചിട്ടില്ലെന്ന് അഖില അസൂയപ്പെടുന്നു. സാന്റാക്ലാര നഗരത്തിലെ തിരക്കുള്ള റോഡുകളിലൂടെ ഈ ബൈക്ക് അമ്മച്ചി പറപ്പിച്ചു പോകാറുണ്ടെന്ന് അവൾ ആണയിട്ട് പറയുന്നു. അമ്മച്ചിയെ കാണാനും പരിചയപ്പെടാനും ഒരു ദിവസം അരുണും അഖിലയും ഞങ്ങളെ കൊണ്ടുപോയതായിരുന്നു. പക്ഷേ അമ്മച്ചിയെ കാണാൻ പറ്റിയില്ല. അവർ ബൈക്കിൽ പുറത്തെങ്ങോ പോയിരിക്കുന്നു. അമ്മച്ചി വിശേഷങ്ങൾ തൽക്കാലം അവിടെ നിൽക്കട്ടെ. കള്ളൻ വീട്ടുടമയ്ക്കെതിരെ കേസ് കൊടുത്ത കഥയാണല്ലോ പറഞ്ഞു വന്നത്. അമേരിക്കയിലെ നിയമവ്യവസ്ഥയെയും കോടതി സംവിധാനത്തെയും കൂടുതൽ അറിഞ്ഞു തുടങ്ങിയപ്പോൾ അഖില പറഞ്ഞതിൽ ഒട്ടും അതിശയോക്തിയില്ലെന്ന് എനിക്ക് ബോധ്യമായി. ബിവെയർ ഓഫ് ഡോഗ് ചില വീടുകളുടെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ടാകും. വീട്ടുകാരൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ വീട്ടിനകത്തേക്കോ കോമ്പൗണ്ടിലേക്ക് പോലുമോ കടക്കാൻ ശ്രമിക്കുന്നവർക്കൊരു താക്കീത്. ഇങ്ങനെ ഒരു ബോർഡ് വീട്ടിന് മുമ്പിൽ വെച്ചിട്ടില്ല. നിങ്ങൾ ആ വീട്ടിൻ്റെ കോമ്പൗണ്ടിൽ പ്രവേശിക്കുന്നു, പട്ടിയെ അഴിച്ചുവിട്ടിരിക്കുന്നു, പട്ടി നിങ്ങളുടെ മാംസളവും മൃദുലവുമായ ശരീരഭാഗത്ത് ഒരു നല്ല കടിവെച്ച് തരുന്നു എന്ന് സങ്കല്പിക്കൂ. എങ്കിൽ നിങ്ങൾക്ക് വീട്ടുടമയ്ക്കെതിരെ കേസ് കൊടുക്കാം. തക്കതായ നഷ്ടപരിഹാരം കിട്ടിയിരിക്കും. മക്കളുടെ അടുത്ത സുഹൃത്തുക്കളായ രഹന, ലിയോ ദമ്പതികൾ, ഉപ്പുമായിയുടെ പ്രസിഡന്റ് അല്ലാത്ത പ്രസിഡന്റ് ആണല്ലോ രഹന, വീടിൻ്റെ ഗേറ്റിൽ ഒരു ബോർഡ് സ്ക്രൂ ചെയ്തു വെച്ചിട്ടുണ്ട്, ബിവെയർ ഓഫ് ഡോഗ്. പലതവണ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിലും പട്ടിയെയോ പട്ടിക്കൂടോ കണ്ടിട്ടില്ല. ലിയോ, നിങ്ങളുടെ പട്ടി എവിടെ? അങ്കിളെ, ഞങ്ങൾക്ക് പട്ടിയില്ല. പിന്നെന്തിനാണ് ഈ ബിവെയർ ഓഫ് ഡോഗ്? കള്ളനെ പേടിപ്പിക്കാനാണ് അങ്കിൾ. ഐഡിയ കൊള്ളാം. ഇരുട്ടത്ത് കള്ളൻ ബോർഡ് കണ്ടില്ലെങ്കിലോ? ലിയോയ്ക്ക് ഉത്തരമില്ല. ഒരു 0 വോട്ട് ബൾബിട്ടാൽ മതിയാകും ലിയോ. അത് കൊള്ളാമെന്ന് ലിയോ. നിങ്ങൾ ഫുട്പാത്തിലൂടെ നടന്നു പോകുന്നു. ഫുട്പാത്തിൽ ഒരിടത്ത് അഴുക്കുവെള്ളം ഒഴുകിപ്പോകുന്ന പൈപ്പ് നന്നാക്കാനോ കുടിവെള്ളം കൊണ്ടുവരുന്ന പൈപ്പ് മാറ്റിയിടാനോ സ്ലാബ് നീക്കിയിട്ടിരിക്കുന്നു. വിടവിലൂടെ കാലുകുടുങ്ങി നിങ്ങൾക്ക് മുറിവ് പറ്റുന്നു, അല്ലെങ്കിൽ കാലിൻ്റെ എല്ലൊടിയുന്നു. കോമ്പൻസേഷനു വേണ്ടി സിറ്റിക്കെതിരെ കേസ് കൊടുക്കാം. കോമ്പൻസേഷൻ കിട്ടിയിരിക്കും. പക്ഷേ സ്ലാബ് തുറന്നിട്ട ഇടം റിബൺ കെട്ടി വളച്ചിട്ടില്ല, ഇവിടെ റിപ്പയർ നടക്കുന്നു എന്ന് ബന്ധപ്പെട്ടവർ എഴുതി വെച്ചിട്ടില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം. അമേരിക്കയിലെ നഗരങ്ങളിലായാലും ടൗൺഷിപ്പുകളിലായാലും കാൽനടക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫുട്പാത്തിലൂടെ മാത്രം നടക്കുക. ഫുട്പാത്ത് നടന്നു പോകാൻ മാത്രമുള്ളതാണ്. ഫുട്പാത്തിൽ നിന്നിറങ്ങി റോഡരികിലൂടെ നടന്നു പോകുന്നു, ഒരു വാഹനം ഇടിച്ചു തെറിപ്പിക്കുന്നു, നിങ്ങൾക്ക് ഇൻഷുറൻസിൻ്റെ പരിരക്ഷയോ കോമ്പൻസേഷനോ കിട്ടിയെന്ന് വരില്ല. റോഡിലൊരു കുഴി രൂപപ്പെട്ടിരിക്കുന്നു, ഒരു ഇരുചക്രവാഹനം കുഴിയിൽ ചാടുന്നു, നിയന്ത്രണം നഷ്ടപ്പെട്ട് വാഹനം മറിയുന്നു. യാത്രക്കാരനുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് സിറ്റിക്കെതിരെ അയാൾക്ക് കോടതിയിൽ പോകാം. സിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് തുല്യമായ ഭരണ സംവിധാനം. കഷ്ടമാണ് അമേരിക്കയിലെ ഡോക്ടർമാരുടെ കാര്യം. ഡോക്ടർമാർക്കെതിരെ കോമ്പൻസേഷൻ കേസുകൾ എപ്പോഴും പ്രതീക്ഷിക്കാം. ഡോക്ടറുടെ അശ്രദ്ധ കൊണ്ട് മാത്രമാകണമെന്നില്ല രോഗി മരിക്കുന്നത്. ചില മരുന്നുകൾ ചില മനുഷ്യരിൽ മാരകമായേക്കാം. ഓപ്പറേഷൻ വിജയിച്ചു, പക്ഷേ രോഗി മരിച്ചുപോയി എന്നും വരാം. ഡോക്ടറുടെ പിഴവ് കൊണ്ടാണ് രോഗിയുടെ സ്ഥിതി വഷളായതെന്നോ രോഗി മരിച്ചുപോയതെന്നോ കോടതിയിൽ തെളിയിക്കപ്പെടുകയാണെങ്കിൽ ഡോക്ടർക്ക് കനത്ത വില നൽകേണ്ടി വരും. മറ്റൊരു തമാശ, കൊടുക്കേണ്ടി വരാവുന്ന കോമ്പൻസേഷൻ കവർ ചെയ്യാനായി ഡോക്ടർക്ക് ഇൻഷുറൻസ് പോളിസി എടുക്കാം, പക്ഷേ പ്രീമിയം കൂടും. ഇങ്ങ് ഇന്ത്യയിലോ ശരിയായ ചികിത്സ സമയത്തിന് ലഭിക്കാതെ എത്രയോ പേർ ഒരു ദിവസം മരിക്കുന്നു. എന്തെന്തു കാരണങ്ങൾ കൊണ്ടാണെന്ന് അറിയണമെങ്കിൽ ദിവസേന വീട്ടുനടക്കിലെത്തുന്ന പത്രം മറിച്ചു നോക്കിയാൽ മതിയാവും. അതുമല്ലെങ്കിൽ TV-യിലെ ന്യൂസ് ചാനൽ തുറന്നു വയ്ക്കുക. എത്രയെത്ര സംഭവങ്ങൾ ഈ കൊച്ചു കേരളത്തിൽ. അമേരിക്കയിലെ ഡോക്ടർമാരോട് നമുക്ക് സഹതപിക്കാം. എന്തെന്നാൽ ഓരോ പൗരൻ്റെ ജീവനും ആരോഗ്യവും വിലപ്പെട്ടതാണെന്ന് ഈ നാടിൻ്റെ ഭരണചക്രം തിരിക്കുന്നവർ എന്നേ തിരിച്ചറിഞ്ഞിരിക്കുന്നു. സാധാരണ പൗരൻ്റെ ജീവനാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും വിലക്കുറവുള്ളത്. വലിയ ഡിഗ്രികളുള്ള ഡോക്ടറായാലും മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയാലും നിയമത്തെയും കോമ്പൻസേഷനെയും പേടിക്കുന്ന കാലം വരണം. പ്രകാശൻ ചുനങ്ങാടിൻ്റെ സിലിക്കൺ വാലിയിലെ വിശേഷങ്ങൾ എന്ന യാത്രാ വിവരണത്തിലെ 28ാമത്തെ അധ്യായം കള്ളൻ ചക്കിട്ടു ഇവിടെ അവസാനിക്കുന്നു. നന്ദി.